കരുതുമെന്നു ഞാൻ കരുതിയ ആരും വന്നില്ല കാണുവാൻ. കരുതുമെന്നു ഞാൻ കരുതിയ ആരും വന്നില്ല കാണുവാൻ. കരഞ്ഞു ഞാൻ എൻ്റെ ഭാരത്താൽ, അരികിൽ വന്നവൻ സ്നേഹത്താൽ. ഓ കരഞ്ഞു ഞാൻ എൻ്റെ ഭാരത്താൽ, അരികിൽ വന്നവൻ സ്നേഹത്താൽ. അറിയാവുന്നതിന് ചേർന്ന് പാടും. യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ആ വാക്കുകൾ ഒന്നുകൂടെ നമുക്ക് ചേർന്ന് പാടാം. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. വിശ്വസിച്ചോണ്ട്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഒരു സൈന്യം ഞങ്ങളുടെ നേരെ വന്നാലും ഞങ്ങൾ ഭയപ്പെടുന്നില്ലല്ലോ. അവൻ നീ ഞങ്ങളുടെ കോട്ടയാണ്, നീ ഞങ്ങളുടെ മതിലാണ്. ഇന്ന് രാവിലെ നിന്റെ പ്രസൻസ് ഞങ്ങൾക്ക് ചൈതന്യമാണ്. കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ നല്ല ചർച്ചിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കാൻ ഇങ്ങനൊരു അവസരം ഒരുക്കിയ കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദാസനോട്, ചർച്ചിനോട് ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വിശേഷാൽ എനിക്ക് മുമ്പേ ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസിയോട് ഒരുമിച്ച്, സൂസൻ തോമസിനോട് ഒരുമിച്ച് ആയിരിക്കും സന്തോഷിക്കുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഞാൻ ഒത്തിരി മുഖവരെയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 35. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. അവൻ എഴുന്നേറ്റ്, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് പറഞ്ഞു. അതവൻ്റെ വാക്ക് അനുസരിച്ചു. യേശു പടകിൽ ഉറങ്ങിയായിരുന്നു. പക്ഷേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം മാറി. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? തിയോളജിക്കലി ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. 2 പേഴ്സണാലിറ്റി ബട്ട് ഇറ്റ് നെവർ മിക്സ് ടുഗദർ. 2 വ്യക്തിത്വം, പക്ഷേ അത് ഒന്നിച്ച് മിക്സ് ചെയ്യത്തില്ല. യേശുവിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അവൻ മനുഷ്യനായതുകൊണ്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങി. പക്ഷേ കാറ്റിനോട് പറയുന്നത് മനുഷ്യനായിട്ടല്ല, ദൈവമായിട്ടാണ് അവൻ പറഞ്ഞത്. ഇന്ന് രാവിലെ ഏത് കാറ്റ് തലയുടെ മുകളിലൂടെ പോയാലും, നിങ്ങളുടെ കുടുംബത്തിൽ അടിച്ചാലും, അതിനോട് കൽപ്പിക്കാൻ കഴിയുന്ന അധികാരമുള്ളവൻ ഈ രാവിലെ സഭായോഗത്തിലുണ്ട്. അവൻ കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. ഗ്ലോറി ഗ്ലോറി. സഹോദരങ്ങളെ, ഏത് ഒതുങ്ങാത്ത കാറ്റും അവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഒതുങ്ങും. നിങ്ങൾ ചില കാറ്റിലൂടെയാണ് പോകുന്നെങ്കിൽ, തിരയാണ് മുകളിൽ കാണുന്നെങ്കിൽ,
ഞാനൊരു കാര്യം പറയാം, തിരയുടെ അടിയിൽ ഹൈവേ വെട്ടാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ഇവിടെയുണ്ട്. റെഡ് സീയിൽ നടന്ന വേവ്സ് മാത്രം കണ്ട് ഇസ്രായേലിയർ ഭാരപ്പെടുമ്പോൾ ആമേൻ ദൈവം ആമേൻ മോശയോട് പറഞ്ഞു, ആമേൻ തിര കണ്ടുകൊണ്ട് നീ നിലവിളിക്കണ്ട, ഈ തിരയുടെ അടിയിൽ ഒരു ഹൈവേ ഉണ്ട്, ഒരു ഉണങ്ങിയ സ്ഥലമുണ്ട്. സ്തോത്രം. 1300 മൈൽ നീളത്തിൽ ആമേൻ ഒറ്റ രാത്രി കൊണ്ട് വിശ്വസിച്ചവർക്ക് വേണ്ടി ദൈവം ഹൈവേ വെട്ടി. ലോകത്തിലെ ദോഹ, ഖത്തർ ഗവൺമെൻറ്റും ഒരു ഗവൺമെൻറ് നോക്കിയാലും ഇത്രയും മൈല് നാഷണൽ ഹൈവേ വെട്ടത്തില്ല. ഒറ്റ രാത്രി കൊണ്ട് വിശ്വസിച്ച ജനത്തെ അക്കരെ എത്തിക്കാൻ ദൈവം ഹൈവേ വെട്ടിയെങ്കിൽ ഈ രാവിലെ നിന്റെ വിഷയത്തിന് ഒരു ക്രമീകരണം വരുത്താൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സാധാരണ യെശയ്യാവ് അതിനെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. മോശ വടി ഇങ്ങനെ പൊക്കി പിടിച്ചെങ്കിലും അതുകൊണ്ടല്ല റെഡ് സീ രണ്ടായത്. തൻ്റെ മഹത്വമുള്ള കൈ മോശയുടെ കൈയുടെ മണ്ടയ്ക്ക് പിടിച്ചത് കൊണ്ടാണ് റെഡ് സീ രണ്ടായത്. ഇന്ന് രാവിലെ ദൈവവൈതലേ, നിന്റെ ബലഹീന കരത്തിന്റെ മുകളിൽ തമ്പുരാന്റെ വലിയ കരം വെച്ചോ, ഈ രാവിലെ അത്ഭുതം നടക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ കരം, മോശയുടെ കരം. അത് മാത്രമല്ല, യെശയ്യാവ് പല കാര്യവും പറയുന്നുണ്ട്. അവൻ രാഹവിനെ വെട്ടി, സർപ്പത്തെ കുത്തി. ഈ രാഹവ് എന്ന് പറയുന്ന ആരാ? ഈ സീയുടെ മാസ്റ്റർ ഓഫ് ദ സീന്ന. ഈ സീ ആമേൻ രണ്ടാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ വ്യാപരിച്ച ഒരു പൈശാചിക ശക്തി ഉണ്ടായിരുന്നു. അതിൻ്റെ തലയെ വെട്ടിയിട്ടാണ് വിശ്വസിച്ച ജനത്തിനു വേണ്ടി ആമേൻ ഡ്രൈ ലാൻഡ് ദൈവം തുറന്നത്. ഏത് പിശാച് നിന്നെ മുന്നോട്ട് വിടാതെ, ആമേൻ സ്തോത്രം, അടച്ചു വെച്ചാലും ആമേൻ വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരവ് ഈ രാവിലെ നമ്മുടെ കരത്തെ പിടിച്ചാൽ ഹല്ലേലൂയ, വലിയ അത്ഭുതം നടക്കും. ദൈവത്തിന് സ്തോത്രം. യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രൗഡ് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പം ഫിലിപ്പായിരുന്നു അന്നത്തെ ട്രഷറർ. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അവത്തൊന്നും വിളിച്ചു പറയരുത്, നീ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് വിഡ്രോ ചെയ്യും, ഇത്രയും പേർക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. അത് ഈ കാട്ടിൽ ഈ രാത്രിയിൽ പൈസയും തികയത്തില്ല. ആകെ പുള്ളി കുടഞ്ഞിട്ടെണ്ണി പിന്നെയും കുണിച്ചും കരിച്ചണക്കെയും 200 പണമേ ഉള്ളൂ. അതിന് ഈ ജനത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വാക്ക് യോഹന്നാൻ ഇവിടെ പറയുന്നുണ്ട്. ഹി ഓൾറെഡി ന്യൂ വാട്ട് ഹി വാസ് ഗോയിങ് ടു ഡു. അവൻ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം പോലും നമുക്ക് ശരിയായിട്ട് അറിയത്തില്ല, തുടക്കം പോലും അറിയത്തില്ല. എന്നാൽ അവസാനം തുടക്കത്തിൽ അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പ് കണക്കെഴുതി വേർത്തു. നമ്മൾ ഈ ഒത്തിരി കണക്ക് കൂട്ടിയാൽ വേർക്കത്തേ ഉള്ളൂ. എന്നാൽ വിശ്വസിച്ചാൽ ഈ രാവിലെ മഹത്വം കാണും. 200 നടക്കാത്തടത്ത് വേറൊരുത്തൻ 5 കൊണ്ട് കയറി വരിക. 200 നടക്കുന്നില്ല, അപ്പം വേറൊരുത്തൻ 5 കൊണ്ട് കയറി വരിക. ഈ ഫിലിപ്പിൻ്റെ അടുത്ത് വല്ലോ ആൻഡ്രൂ നിന്നായിരുന്നെങ്കിൽ ഒരെണ്ണം കൊടുത്തേന്. 200 വയ്യാത്തത് ഈ 5 കൊണ്ട്. പക്ഷെ അവിടെ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ? ആമേൻ. ഫിലിപ്പ് സ്മാർട്ടാന്നേലും അവൻ്റെ ഫെയ്ത്ത് ഷാലോ ആയിരുന്നു. സ്തോത്രം. എന്നാൽ ആൻഡ്രൂ 5 കൊണ്ട് കൊടുത്തത് തമ്പുരാന്റെ കൈകളിലാണ്. നിന്റെ അസാധ്യമുള്ള വിഷയങ്ങൾ തമ്പുരാന്റെ കയ്യിലോട്ട് രാവിലെ കയറ്റാമെങ്കിൽ കണക്കിന്റെ അപ്പുറത്ത് ഈ മരുഭൂമിയിൽ നീ അത്ഭുതം കാണും. ഹല്ലേലൂയ. ആ കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. എത്ര പ്രാവശ്യം ഞാനത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അവൻ അത്ഭുതങ്ങളുടെ ദൈവം. ഞാൻ 12 വയസ്സ് വരെ ഓർത്തഡോക്സ് വിഭാഗത്തിലായിരുന്നു. പുരോഹിതനായി തീരാൻ ആഗ്രഹിച്ചയാളാണ്. സ്തോത്രം. ഞാൻ വിവാഹം ചെയ്യ ആന്നപ്പള്ളി ജോർജ എന്ന് പറഞ്ഞ ആളുടെ മകളെയാണ്. സ്തോത്രം. അപ്പം
ആമേൻ സ്തോത്രം. അതുവരെ എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഭയങ്കര പ്രയാസമായിരുന്നു. ചെറിയ ക്ലാസ്സിലൊക്കെ ഞാൻ പല പ്രാവശ്യം തോറ്റിട്ടുണ്ട്. ഇനി നിങ്ങൾ ആരോടും പറയരുത്, സ്തോത്രം, ഇതൊരു സീക്രട്ട് പറഞ്ഞു. അപ്പം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പല പ്രാവശ്യം ഞാൻ കരഞ്ഞിട്ടുണ്ട്, കർത്താവേ 10ാം ക്ലാസ്സെങ്കിലും പാസ്സാകാൻ എനിക്കൊരു കൃപ തരണമേ എന്ന്. അതിലൊക്കെ കോളേജിലൊക്കെ പഠിച്ചിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പഠിക്കണമെന്ന്, പക്ഷേ കഴിവില്ല. മെൻ്റലി ഞാൻ ഒരു വലിയ ഫിയറിൽ കൂടെ കടന്നുപോയി 2.5 വർഷം. എല്ലാ മരുന്നുകളും എൻ്റെ പേരൻസ് അവരാൽ കഴിയുന്ന എല്ലാ വൈദ്യന്മാരുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി. അവസാനം മന്ത്രവാദം, ആഭിചാരം, മണറുകാട്, നേർച്ചകൾ, ആമേൻ ഹിപ്നോട്ടിസം, ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പക്ഷെ ഞാൻ നിങ്ങളോട് സമയ ചുരുക്കത്തെ പറയട്ടെ, ഇതിൻ്റെ ഒന്നും കഴിയാഞ്ഞത് ആമേൻ യേശുവിൻ്റെ നാമത്തിലുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു. 2 ദൈവദാസന്മാർ എൻ്റെ വീട്ടിൽ വന്ന് തലയിൽ കൈവച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോൾ കരണ്ട് അടിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തിൽ വ്യാപരിച്ച ഒരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, എന്നെ വിടുവിച്ച ദൈവത്തിന് നിങ്ങളുടെ തലമുറയെ സഹായിക്കാൻ കഴിയും. ദൈവത്തിന് സഹോദരങ്ങളെ, 1 സെക്കൻഡ് കൊണ്ട് യേശു എന്നെ സൗഖ്യമാക്കി. ഓ, വാട്ട് എ പവർഫുൾ നെയിം വി ഹാവ്. അവൻ്റെ നാമത്തിൻ്റെ ശക്തി എത്ര വലിയദാസ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ കാര്യം നടന്നത്. അതുവരെ മണ്ടനായിരുന്ന ഞാൻ ആ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. അന്യഭാഷ അടയാളത്തോട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ തലച്ചോറിൻ്റെ അകത്ത് വ്യത്യാസം വന്നു. ഞാൻ ഈ രാവിലെ നിങ്ങളോട് പറയട്ടെ, ഇത് നല്ല സഭയാണ്. ഇവിടെയുള്ള മുഴുവൻ ആളുകളും അന്യഭാഷ അടയാളത്തോട് ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ നിറയണം. ഇപ്പം വന്ന് പെന്തക്കോസ്ത് സഭ പേരേ ഉള്ളൂ, ബ്രദറൻകാർ കൂടിക്കൊണ്ടിരിക്കുക. ഇത് വേണോ? സംശയമാ. സ്തോത്രം. ഒരു BTH ഉണ്ടെങ്കിൽ പിന്നെ അന്യഭാഷ പറയുന്ന മോശമാ. എൻ്റെ സഹോദരങ്ങളെ, ഇത്രയും നല്ലൊരു ഭാഷ ലോകത്തിലില്ല. ഇനി സ്വർഗത്തിൽ ചെന്ന് പറയാനാന്ന് വിചാരിച്ച് പറയാതിരിക്കണ്ട. ഇവിടെ വെച്ച് പറഞ്ഞിട്ട് പോകണം, അവിടെ പറയത്തില്ല. അവിടെ പ്രവചനമില്ല, ഭാഷാപരമില്ല. ആമേൻ. പറയാൻ കൊള്ളാവുന്ന ഇന്ന് ഞായറാഴ്ച അഭിഷേകം പ്രാപിച്ച് പറഞ്ഞോളവാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നെ ചേഞ്ച് ചെയ്തത് ഞാൻ പ്രാപിച്ച അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 6ാം ക്ലാസ്സിൽ മണ്ടനായിരുന്ന ഞാൻ 6ാം ക്ലാസ്സിൽ തന്നെ ടോപ്പ് സ്റ്റുഡൻ്റായി മാറി. ഹൈസ്കൂളിൽ ഡിസ്റ്റിങ്ഷനോട് പാസ്സായി. മാസ്റ്റേഴ്സ് ഇൻ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ 10th റാങ്ക് ഹോൾഡറായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരക്ഷരം അറിയാത്ത എനിക്ക് എന്നെ ചേഞ്ച് ചെയ്തെടുത്തത് എന്നിൽ വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ പവറാ. നിങ്ങൾക്ക് കഴിവുകേടുകളുണ്ടെങ്കിലും നിങ്ങളെ ശക്തരാക്കുന്ന ഒരു ദൈവശക്തി ഈ രാവിലെ, ഞാൻ ഇന്ന് രാവിലെ പറയട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി. ആ കൈ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. വചനം കേട്ടാലൊക്കത്തില്ല, വചനം വിശ്വാസമായാൽ ഈ രാവിലെ അത്ഭുതം നടക്കും. നാം ഇന്ന് രാവിലെ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഒരാൾ പറയുന്ന കേൾക്കാനായിട്ടിരിക്കരുത്. കേൾക്കുന്ന വചനം ഇരിക്കുന്ന കസേരയിൽ വിശ്വാസമായാൽ ഈ രാവിലെ അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. ഇത് എഴുതപ്പെട്ട വചനമാണ്, ലോഗോസ്. പക്ഷെ ലോഗോസ് ഹോളി സ്പിരിറ്റിനാൽ ഇൻസ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ശരീരത്തിൽ രോഗശാന്തിയായി അത് മാറും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു കിണറ്റിൽ നിന്ന് വെള്ളം തന്നിലുണ്ടെങ്കിലും കോരി കുടിക്കുമ്പോഴേ വ്യത്യാസം വരത്തുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി ഇതുപോലെ ഫ്രണ്ട് ഇരിക്കുക, ഞാൻ ഒരു വാക്യം പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനിയും കാണത്തില്ല. അത്രേ പറഞ്ഞുള്ളൂ. 10 വർഷം കഴിഞ്ഞിട്ട് ആ സഹോദരി ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിരുന്നു. സ്തോത്രം. 10 വർഷം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, 10 വർഷം മുമ്പ് നിങ്ങൾ ആ വാക്ക് പറയുമ്പോൾ എപ്പിലെപ്സി വന്ന് ആമേൻ ആ പ്രയാസം കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് എന്നെ ചേറിക്കൊണ്ടിരുത്തുമ്പോഴാണ് ഇന്ന് കണ്ട മിസ്രൈമിനെ കാണത്തില്ലെന്ന് പറഞ്ഞത്. ഞാനത് ഏറ്റെടുത്തു.
എൻ്റെ എപ്പിലെപ്സി എന്ന ആ മിസ്രൈമ്യൻ ഇന്ന് അവസാനമാണെന്ന് ഞാൻ ഓർത്തു, ദൈവത്തെ സ്തുതിച്ചു. ആ സഹോദരി പറഞ്ഞു, ആമേൻ, അനേക വർഷമായി ഞാൻ മരുന്നെടുക്കുന്നയാളാണ്, അന്ന് തൊട്ട് എപ്പിലെപ്സി വിട്ടു, ഞാൻ സൗഖ്യമായി. ഹല്ലേലൂയ. വചനം ശക്തിയായി മാറുമ്പോൾ ഇരിക്കുന്ന കസേരയിൽ അടുത്തിരിക്കുന്ന ആളിനെ അറിയത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുമ്പോൾ ഏത് ക്രോണിക് ഡിസീസിന് വേലും ഈ രാവിലെ ദൈവ ശക്തി ആ കൈ ഒന്ന് ചലിക്കണം, ആ വായൊന്ന് ചലിക്കണം. ഇന്ന് രാവിലെ വലിയ ഭാരമുള്ളത് ഉൾക്കഥ വൈഡോ റിഗോ ധിയോ നമ ഗ്ലോറി ഗോറി 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 ഒരു പുത്തൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ അനോയിന്റ് ചെയ്യാൻ പോവുകയാണ്, ഉപവാസത്തിൽ ഇരുത്താൻ പോവുകയാണ്. ദൈവശക്തി ഏറ്റെടുത്തു. വലിയ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിന്റെ വലിയ ശുശ്രൂഷ. ഗ്ലോറി ഗോറി 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 ഗോറി. ഇവിടെ രോഗശാന്തി നടക്കുന്നുണ്ട്, ഇവിടെ രോഗബന്ധനം ദൈവാത്മാവ് അഴിച്ചുകൊണ്ടിരിക്കുക. മരുന്ന് നാളുകളായി എടുത്ത് ആമേ തകർന്നിരിക്കുന്ന ചില കുടുംബത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ രോഗം ക്രോണിക് ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും 4th സ്റ്റേജ് ആണെങ്കിലും, ഓ ഈ യോഗത്തിൽ വലിയ ദൈവപ്രവർത്തി ഓരാ മാന ദാലാ ദിയാ റബഷാദാ ഉൽക്കാ റബാ ദിയാ ലബഷാദാ ഓറിക്കാ ലബാ ദിയാ ദിയാ ഉടാ ലബാ ദിയാ റബഷാദാ ലാരിയ. ഔഡ റബദ ലബഷാദാ നദില. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ബൈ ബർത്ത് ഉള്ള ആ രോഗം വചനത്തിൻ്റെ ശക്തി മൂവ് ചെയ്തപ്പോൾ ആ ദൈവദാസി, അവൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിരുന്ന ആ ദൈവദാസി പറഞ്ഞു, ഞാൻ വിശ്വസിച്ചപ്പോൾ എനിക്കത് ശക്തിയായി മാറി. പ്രൈസ് ദി ലോർഡ്. വചനം ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ പരാജയം എവിടെയാണ്? കേട്ട വചനം അവർക്ക് പ്രയോജനം വന്നില്ല. കാരണം they couldn't combine it with the elements of faith. വിശ്വാസത്തെ കൊണ്ട് കമ്പൈൻ ചെയ്യാൻ കഴിയാഞ്ഞത് കൊണ്ട് അവർ കഠിന ഹൃദയരായി മാറി. ദോഹ ഏജിയിലുള്ള ഒരൊറ്റ വിശ്വാസിയും വചനം കേൾക്കുന്ന വ്യക്തി കഠിന ഹൃദയരാകരുത്. എന്റെ പ്രസംഗം കേൾക്കാനല്ല നിങ്ങൾ രാവിലെ വന്നത്. ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി വിശ്വാസമായി വ്യാപരിക്കുമ്പോൾ ഗ്ലോറി ഗ്ലോറി, നിന്റെ ജോലിയിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യും. നിന്റെ വിസ ദൈവം മടക്കി തരും. ഓ ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ ജോലിയിലെ വിസ ദൈവം പുതുക്കി തരും. ഹല്ലേലൂയ. നിന്നെ പറഞ്ഞു വിടാനിരിക്കുന്ന ജോലി സ്ഥലത്ത് ജോലി ദൈവം ഉറപ്പിക്കാൻ ഇന്ന് രാവിലെ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അവൻ വിശ്വസിച്ചോ വിശ്വസിച്ചോ. ഗ്ലോറി 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 ഗ്ലോറി. ഓ ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആൻഡ്രു 5 തമ്പുരാന്റെ കയ്യിലോട്ട് കയറ്റി. ഇന്ന് രാവിലെ നമ്മുടെ ഭാരമുള്ള വിഷയം ആ വലിയ കയ്യിലോട്ടൊന്ന് കയറാമെങ്കിൽ ഈ രാവിലെ ഞാൻ അത്ഭുതം കാണും. ദൈവത്തിന് 5 കൊണ്ട് 5000 യേശു പോറ്റി. യേശുവിന് ഒരിക്കൽ വിശന്നു. പിശാച് വിശന്നപ്പോൾ അവൻ്റെ അടുത്ത് ചെന്നു. പക്ഷേ വിശന്നെങ്കിലും ഇവിടെ ഇതാ 5000 പോറ്റുന്ന ദൈവം. ദൈവത്തിന് അവിടെ നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതമുണ്ട്. ഈ 5000 പേര് തിന്ന് തൃപ്തരായി എന്ന് മാത്രമല്ല, ഈ 5000 പേര് അടങ്ങി അവിടെ ഇരുന്നത് ഒരു അത്ഭുതമാണ്, ഇല്ലയോ? വിളമ്പുന്നവൻ്റെ കൈക്ക് തട്ടിയായിരുന്നല്ലോ. ആമേൻ. വിളമ്പ് നടക്കത്തില്ല. അത്ഭുതം നടക്കണോ, ജനം ഐക്യതയോടിരിക്കണം. ദൈവത്തിന് ഞാനാ വലിയ നീയാ വലിയ എന്നുള്ള ഒരു സഭയിലും ദൈവപ്രവൃത്തി നടക്കത്തില്ല.
ആമേൻ, സ്തോത്രം. അപ്പോസ്തലന്മാരെ കുറിച്ച് ലൂക്കോസ് ഒരു വിവരണം, അദ്ദേഹം ഒരു ഫിസിഷ്യനും നല്ല ഹിസ്റ്റോറിയനുമായിരുന്നു. അദ്ദേഹം എഴുതുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ പാരഗ്രാഫ് അവിടെ എഴുതിയിട്ടുണ്ട്. വിശ്വസിച്ചവരുടെ കൂട്ടം ഒന്നായിരുന്നു. They were in one accord. കഴിഞ്ഞ ദിവസം എന്നോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, പാസ്റ്റങ്ങളെ വേദപുസ്തകത്തിൽ ഉള്ള കാറിൻ്റെ പേര് പറയാമോ? അക്കോഡ് എന്ന് പറഞ്ഞു, ഹോണ്ട അക്കോഡ്. ആമേൻ. ഞാൻ ചോദിച്ചു എവിടെ വാക്യം? വൺ അക്കോഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ ഒന്നിച്ചിരുന്നതാ വലിയ കാര്യം. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് പൈസ ആളുകൾ വെക്കും. ആമേൻ, സ്തോത്രം. അവർ കൈകൊണ്ട് പോലും തൊടത്തില്ലായിരുന്നു. ഇപ്പം പൈസ കാലേന്ന് പോക്കറ്റിൽ കയറിയപ്പം കൃപ പോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്ന് ഇവരാരും കൈ തൊടത്തില്ല, എല്ലാം വിറ്റ് അവർക്ക് കാലിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക. സ്തോത്രം. നമുക്ക് സ്ഥാനവും പൈസയും ഒക്കെ വലിയതായപ്പം ശുശ്രൂഷ നഷ്ടപ്പെട്ടു. ദൈവപ്രവൃത്തി നഷ്ടപ്പെട്ടു. സ്തോത്രം. പക്ഷെ ഞാൻ പറയട്ടെ, ഈ 5 അപ്പം കൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോഴ 5 അപ്പം കൊണ്ട് തികയത്തില്ലെന്ന് പറഞ്ഞ ഫിലിപ്പിൻ്റെ മുമ്പിൽ വെച്ച് ദൈവം എത്ര ബാസ്ക്കറ്റ് നിറച്ചെടുത്തു? ഹൗ മെനി ബാസ്ക്കറ്റ് were left over? 12 baskets were left over. Good girl. സ്തോത്രം. ആമേൻ. അപ്പം 12 ബാസ്ക്കറ്റ് നിറച്ചു. നിങ്ങൾക്കറിയാമോ, തികയത്തില്ലെന്ന് പറഞ്ഞ ശിഷ്യന്മാർക്ക് അത്താഴത്തിനും കൂടെ തലയെ വെച്ച് വിട്ടു. സ്തോത്രം. ഫിലിപ്പിൻ്റെ തലയിലും ഒരു ബാസ്ക്കറ്റ് വെച്ചു. ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഫിലിപ്പിൻ്റെ തലയെ വെച്ചിട്ട് എൻ്റെ അമ്മക്കമ്മയ്ക്ക് കാണും, എൻ്റെ കണക്ക് കൂട്ടിയവനെ കൊണ്ടുപോകും, ഡിന്നറിന് കൊണ്ടുപോകും. സ്തോത്രം. നീ ഒരുപാട് 200 എന്ന് പറഞ്ഞതാ, നീയുടെ കൊണ്ടുപോകും വീട്ടിൽ. സ്തോത്രം. അവൻ്റെ അകത്തെ വാള് വെട്ടിക്കാണും. കാരണം തമ്പുരാൻ ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. നീ മരുഭൂമിയുടെ നടുവിലാണെങ്കിലും അർദ്ധരാത്രിയുടെ ഇടയിലാണെങ്കിലും യേശു നിന്റെ അടുത്തുണ്ടെങ്കിൽ ഈ രാവിലെ നീ അത്ഭുതം കാണൂ. ഗ്ലോറി 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 ഗ്ലോറി. ഗ്ലോറി ഗ്ലോറി. ഏത് വിൽഡർനെസിന്റെ നടുവിലും യേശു ഉണ്ടെങ്കിൽ അതൊരു ആമേൻ ഉദ്യാനമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവം തമ്പുരാന് കഴിയും. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി മാത്രമല്ല, നിത്യജീവനെ പിടിച്ചോണം. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പണ്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണ്. എന്നെ മറന്നാൽ ഈ കഥ മറക്കത്തില്ല. അപ്പം പണ്ടൊരു ക്യാറ്റ് ഒരു റാറ്റിനെ ചേസ് ചെയ്തു. ആമേൻ. ആരാ ചേസ് ചെയ്ത്? ക്യാറ്റ് റാറ്റിനെ ചേസ് ചെയ്തു. പക്ഷേ ക്യാറ്റിന് റാറ്റിനെ പിടിക്കാൻ പറ്റിയില്ല. ചേസ് ബട്ട് ഹി കുഡ് നോട്ട് ഗെറ്റ് ഇറ്റ്. അപ്പം പിന്നെ ഈ റാറ്റ് ഓടി, ഇറ്റ് ഗോട്ട് ഇൻസൈഡ് ഇൻ ദ ഹോൾ ഓഫ് എ വോൾ. ഒരു വോളിൻ്റെ ഹോളിൽ പോയി ഈ റാറ്റ് അങ്ങ് കയറി. പക്ഷേ ക്യാറ്റ് പുറകെ ഓടിയിട്ട് ഈ റാറ്റിനോട് ചോദിച്ചു, റാറ്റ് എനിക്ക് നിന്നെ കിട്ടിയില്ല, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിന്റെ തലയൊന്ന് ഇടാമോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. റാറ്റ് പറഞ്ഞു, എനിക്കറിയാം നിന്റെ വേല, എനിക്കറിയാം, തലയിടുമ്പോൾ എന്നെ പിടിക്കാനാ. സ്തോത്രം. ആമേൻ. അപ്പോൾ ക്യാറ്റ് പറഞ്ഞു, അല്ലല്ല, ഐ ഹാവ് സിമ്പിൾ ക്വസ്റ്റ്യൻ, ഐ ജസ്റ്റ് വാണ്ട് ആസ്ക് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ആമേൻ. അവസാനം റാറ്റ് ഇങ്ങനെ തലയിട്ടിട്ട് ചോദിച്ചു, ക്വസ്റ്റ്യൻ എന്തുവാ, പെട്ടെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ നിന്നേക്കാൾ കൂടുതൽ വേഗത്തിൽ ഓടി. ആമേൻ. വി ബോത്ത് റൺ. I run faster than you, but I couldn't get you. What is the reason? എനിക്ക് നിന്നെ കിട്ടിയില്ല. എൻ്റെ റാറ്റ് പറഞ്ഞു, ആൻസർ ഈസ് വെരി സിമ്പിൾ. ആൻസർ വളരെ സിമ്പിളാണ്. നീ നിൻ്റെ ഫുഡിന് വേണ്ടി ഓടി, ഞാൻ എൻ്റെ ജീവന് വേണ്ടി ഓടി. ആമേൻ. ആമേൻ. ജോഹെ വന്നിട്ട് ജോലിക്ക് വേണ്ടിയും കാറിന് വേണ്ടി ഓടിയാൽ തോറ്റുപോകും. നിത്യജീവന് വേണ്ടി ഓടിയാൽ, യോഗത്തിന് വരുമ്പോൾ മുഖം കണ്ടാൽ അറിയാം, ആരാധന കണ്ടാൽ അറിയാം, കൈ കഴിക്കുന്ന കണ്ടാൽ അറിയാം ആരൊക്കെയാ ഇവിടെ നിത്യജീവന്റെ ഫുഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. അവരുടെ ആരാധന നിൽക്കത്തില്ല, അവരുടെ ആരാധന നിലയ്ക്കത്തില്ല. ഗ്ലോറി. അത് കണ്ടിന്യൂസായി ദൈവം ചെയ്യും. ആമേൻ. സഹോദരങ്ങളെ, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. നിങ്ങൾ ഇന്ന് രാവിലെ അത് വിശ്വസിക്കണം. ദൈവത്തിനൊരു കാര്യവും
ആമേൻ. ഞാൻ സാറിന് പറയാറുണ്ട് എല്ലായിടവും, രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവരുടെ മുഖം കണ്ട് വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് ഇത് പറയണം 10 പ്രാവശ്യം. എന്തോ പറയണം? ദൈവത്തിനൊരു കാര്യവും. ഉച്ചയ്ക്കും പറയണം, വൈകിട്ടും പറയണം. അങ്ങനെ ഒരു 30 ദിവസം ഇങ്ങനെ പറയാമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു അത്ഭുതം നടക്കും. ദൈവത്തിനൊരു കാര്യവും. സ്തോത്രം. ആമേൻ. ഒരു പഠിക്കാൻ നിവർത്തിയില്ലാത്ത എനിക്ക് 4 മാസ്റ്റേഴ്സ് ഉണ്ട്, 2 PhD ഉണ്ട്. സ്തോത്രം. ആമേൻ. ഞാൻ ആയസ് സ്വപ്നം കണ്ടുള്ള ഒരാളല്ല, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനൊരു മനുഷ്യനെ ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ ഞാൻ ഇന്ന് രാവിലെ സാക്ഷിയാണ്. സ്തോത്രം. ഒരു രോഗിയായി ഒരു വീടിൻ്റെ മുറിയിൽ ആരും കാണാതെ ഒതുക്കപ്പെടേണ്ടിയ എന്നെ തേടി വന്ന് വിടുവിച്ചത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആ ദൈവത്തിന് കഴിയും. ആമേൻ, സ്തോത്രം. 3 പ്രധാന കാര്യം ഈ വാക്യത്തിലുണ്ട്. ഞാനത് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്നാമത്, ശിഷ്യന്മാർക്ക് മനസ്സിലായി there is a storm of unexpected circumstances. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ നേരെ അടിക്കുന്ന കൊടുങ്കാറ്റുണ്ട്. ആമേൻ. we don't have control over it. നമുക്കതിൻ്റെ മേൽ കൺട്രോൾ ഇല്ല. പക്ഷെ ഏത് പ്രതീക്ഷിക്കാത്ത കാറ്റിൻ്റെ മേലും കൺട്രോളുള്ള ഒരാൾ എൻ്റെ കയ്യെ പിടിച്ചിരിക്കുകയാണ്. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. പെട്ടെന്നൊരു വാക്യം വായിച്ചായിട്ട് 2 രാജാക്കന്മാർ 2 Kings 6:6 ആണെന്ന് തോന്നുന്നു. 2 രാജാക്കന്മാർ 6:6 ഒന്ന് വായിച്ചായിട്ട്. അവൻ അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. മതി. സ്തോത്രം. ആമേൻ. നിങ്ങൾ നോക്കിയേ, ഒരു മനുഷ്യന് അവൻ്റെ കോടാലി തെറിച്ചുപോയി. കോടാലി ഇരുമ്പ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരത്തില്ല. സയൻസ്. ഏതെങ്കിലും ഇരുമ്പ് പൊങ്ങി വരുമോ? പൊങ്ങത്തില്ല. പക്ഷെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ആമേൻ. ദൈവവചനമെന്ന കോല് ഇന്ന് രാവിലെ നിന്നെ മുട്ടിയാൽ ഏത് തുരുമ്പിച്ച വിഷയവും ഈ രാവിലെ ദൈവം പൊക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. 25 വർഷമായ കേസാണെങ്കിലും ക്രോണിക്കാണെങ്കിലും ഒരു വൈദ്യനും സഹായിക്കാൻ കഴിയാത്ത കേസാണെങ്കിലും ഈ രാവിലെ ഞാൻ നിങ്ങളോട് ദൂത് പറയാം, നിന്റെ ഇരുമ്പി രാവിലെ പൊക്കാൻ ദൈവത്തിന് കഴിയും. ദൈവവചനം എന്നെ ഹിറ്റ് ചെയ്താൽ എൻ്റെ ജീവിതത്തിന് ഈ പകൽ വലിയ മാറ്റം വരും. ഓ ഗ്ലോറി. ഹല്ലേലൂയ. നിന്റെ വീടിൻ്റെ അകത്ത് ദൈവം കയറും. നിന്റെ തലമുറയുടെ അഡ്മിഷന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്യും. എല്ലാ ഡോറും അടഞ്ഞെടുത്ത് ഈ രാവിലെ ദൈവാത്മാവ് ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോയി. ഓ ഗ്ലോറി. ഗ്ലോറി. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എത്ര മോശമാണേലും, രാജാക്കന്മാരുടെ പുസ്തകം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഒരുപാട് സർക്കംസ്റ്റാൻസസ് അവർക്ക് കയ്യിൽ ഒതുങ്ങുന്നല്ലായിരുന്നു. ദേശം ഗർഭനാശവും വെള്ളം ചീത്തയുമായപ്പോൾ പ്രവാചകൻ ചെയ്തത് ഉപ്പ് പ്രാർത്ഥിച്ച് അതിനകത്തിട്ടു. ആ വെള്ളം ഇന്ന് വരെ പഥ്യമാകുന്നു. ആമേൻ. ലോകത്തിൽ ആർക്കും സഹായിക്കാൻ കഴിയാത്ത കേസ് ഒരു പെർമനന്റ് ഡെലിവറൻസിലേക്ക് നടത്താൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കഴിയും. വിശ്വസിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി വരുന്നുണ്ടാണ്. ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ബാക്കി പറയാം. സ്തോത്രം. അപ്പോഴേ സർക്കംസ്റ്റാൻസസിൻ്റെ മണ്ടയ്ക്ക് ദൈവത്തിന് കൺട്രോൾ. ദ നെക്സ്റ്റ് തിങ് ഈസ് എ ഫിയർ, എ ഡിപ്രഷൻ. ആമേൻ. അബൌട്ട് ദ സിറ്റുവേഷൻ. അവർ കടന്നുപോയ ആ സിറ്റുവേഷൻ്റെ മുമ്പിൽ അവർ ഭയപ്പെട്ടു. സഹോദരങ്ങളെ, ഏത് ഭയപ്പെടുന്ന വിഷയവും
ദൈവത്തിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ചില സമയത്ത് എന്തോ ആയിത്തീരുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയമുണ്ട്. നമുക്കവിടെ യാതൊരു കൺട്രോളും ഇല്ല. ഞാൻ ഇന്ന് രാവിലെ സുരൂഷിൻ്റെ അടുത്ത് പറഞ്ഞു, ആമേൻ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു മിനിസ്ട്രി കഴിഞ്ഞ് രാത്രിയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4 പേര് മുഖംമൂടിയും ധരിച്ച് ഗണ്ണുമായിട്ട് ഞങ്ങളെ ചേസ് ചെയ്തു. അവർ നല്ല വണ്ടിയല്ല ചേസ് ചെയ്തത്, പക്ഷേ തോക്ക് കൊണ്ട് വെടിവെക്കുവോ എന്തോ വേണേലും സംഭവിക്കാം. അന്ന് രാത്രി ആ കാറിൻ്റെ അകത്തിരുന്ന് ആമേൻ ഞാൻ പറഞ്ഞ ഒരു ഭാഷയുണ്ട്, അത് അന്യഭാഷയാണ്. സ്തോത്രം. ഏത് കഷ്ടതയുടെ നടുവിലും ദൈവത്തോട് പറയാൻ കൊള്ളാവുന്ന ലാംഗ്വേജ് അറബിക്കല്ല, ഇംഗ്ലീഷല്ല, അത് ആത്മാവിൻ്റെ ഭാഷയാണ്. 1 സെക്കൻഡ് കൊണ്ട് ആ ചേസ് ചെയ്ത കാറ് സ്ലോ ഡൗൺ ചെയ്യുന്നത് ഞങ്ങൾ നോട്ടീസ് ചെയ്തു. സ്തോത്രം. ആ 1 സെക്കൻഡ് കൊണ്ട് ഞങ്ങൾക്ക് റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് കിട്ടി, ഒരു ഹൈവേയിലോട്ട് ഞങ്ങൾ കയറി. എന്നാൽ ഈ 1 സെക്കൻഡ് താമസിച്ചുകൊണ്ട് എന്നെ ചേസ് ചെയ്തവർക്ക് ആമേൻ വന്നപ്പോഴത്തേന് അത് റെഡ് ലൈറ്റായി. ആമേൻ. ആ 1 സെക്കൻഡ് ദൈവത്തിൻ്റെ കൈ അവിടെ ഇറങ്ങിയത് കൊണ്ടാണ് ഈ രാവിലെ ഞാനിവിടെ നിൽക്കുന്നത്. സ്തോത്രം. എല്ലാ കൈയും മാറുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു കൈയുണ്ട്. ലോകത്തിൽ നിന്റെ ചർച്ചക്കാരുടെ, അപ്പൻ്റെ, അമ്മയുടെ, അമ്മായിയപ്പൻ്റെ കൈയെല്ലാം പിൻവലിക്കപ്പെടുമ്പോൾ നിന്നെ സഹായിക്കാൻ ഇറങ്ങി വരുന്ന ഒരു കൈയുണ്ട്. അത് തമ്പുരാന്റെ കൈയാണ്. ആ കൈയുടെ മുമ്പിൽ നിന്നെ സഹായിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. നമ്മൾ വിചാരിക്കും ചില സാഹചര്യമൊക്കെ എങ്ങനെയാണ് എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ നമുക്കറിയാൻ കഴിയാത്ത വഴി ദൈവത്തിനുണ്ട്. ഒരിക്കൽ ഒരു സഹോദരൻ ചർച്ചിൽ ദർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും എനിക്ക് ഈ ഇലക്ട്രോണിക്സ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആമേൻ. പക്ഷേ ഇന്ന് യോഗം കഴിഞ്ഞ് സമയമുണ്ട്, എൻ്റെ വീട്ടിൽ വരെ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകള് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ഡിഗ്രി സെക്കൻഡ് ഇയർ വന്ന് തോന്നുന്നു, പഠിക്കാൻ കഴിയാതെ മുറിക്കകത്തിരിക്കുക ചില മാസങ്ങളായി. അദ്ദേഹം പറഞ്ഞു, ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ മോടെ വിഷയത്തിന് എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഭയങ്കര ഭാരത്തിലാണ്. ആമേ. സ്തോത്രം. ഞാൻ പറഞ്ഞു, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞിൻ്റെ തലയെ കൈവച്ച് 1 മിനിറ്റ് എന്തോ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. ആമേൻ. ആ മകള് പിറ്റേ ദിവസം കോളേജിൽ തിരിച്ചു പോയി. അന്ന് രാത്രി ദൈവം അവൾക്ക് ഒരു ചേഞ്ച് കൊടുത്തു. ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാകുന്നതല്ല, പക്ഷെ തമ്പുരാന് ആ കൈ ഇറങ്ങി തൊട്ടു കഴിഞ്ഞാൽ ഓ ഹല്ലേലൂയ, നമ്മുടെ സിറ്റുവേഷൻ ഈസിയായി പരിഹരിക്കാം. ഹല്ലേലൂയ. എനിക്കറിയാം നിങ്ങൾ പേരൻസ് ആണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഭാരം കാണും, നമ്മുടെ കൈ നിൽക്കാത്ത വിഷയം കാണും. പക്ഷെ യേശുവിൻ്റെ കൈ ഇന്ന് രാവിലെ നീട്ടിയാൽ നിന്റെ ഭയം ഈ രാവിലെ മാറും, നിന്റെ ഭീതി ഈ രാവിലെ മാറും. ഏതാണ്ട് 30-ലധികം വർഷം കല്ലറയിൽ കിടന്ന ഒരു മനുഷ്യനെ ഗദരദേശത്ത് നിങ്ങൾക്ക് അറിയാമോ? 13 മൈലിൻ്റെ അപ്പുറത്ത് വെച്ച് യേശു അവൻ്റെ കരച്ചിൽ കേട്ടു. ലോകത്തിലാരും നിന്റെ കരച്ചിൽ കേൾക്കുന്നില്ലല്ലോ. കാത് തുറക്കുന്ന ഒരു ദൈവമുണ്ട്. അവനെ മാത്രം തേടി ദൈവം ഗദരദേശത്ത് ചെന്നു. പടകിൽ നിന്നിറങ്ങി വന്നപ്പോൾ ആദ്യം ക്രൈസ്തവരോട് പറയാൻ സുബോധമുള്ള ഒരൊറ്റ മനുഷ്യനും ഗദരദേശത്തില്ലായിരുന്നു. ഇവനാ കൈ കൊടുത്ത്. അപ്പോഴേ യേശു പറഞ്ഞു, ഇവൻ്റെ കണ്ടീഷൻ ഞാൻ പോകുന്നതിന് മുമ്പേ മാറ്റും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ചിലർ കൈ തരുമ്പോൾ നമുക്കറിയത്തില്ല. പണ്ടൊരാൾ തിരുവല്ലായിക്കടുത്ത് വെച്ച് എനിക്കൊരു കൈ തന്നു. ദൈവമേ, പിന്നെ കൈ മാറ്റാൻ 4 പേര് വന്നു. സ്തോത്രം. അതിപ്പിന്നെ ഇപ്പം ഞാൻ മുഖത്ത് നോക്കിയിട്ടേ കൈ കൊടുക്കത്തുള്ളൂ. സ്തോത്രം. ആമേൻ. ഇവന് യേശു കൈ കൊടുത്തു. ഇവന് കല്ലറയല്ല സ്ഥിരം താമസം. സാധാരണ ഈ ജീവിതത്തിൻ്റെ അവസാനമേ കല്ലറ വരത്തുള്ളൂ. പക്ഷേ പിശാച് ഇവനെ കൊണ്ടുവന്ന് കല്ലറയിൽ അങ്ങ് താമസിപ്പിച്ചേക്കുക. വസ്ത്രമില്ല, ദേഹം മുഴുവനും ബ്ലീഡിംഗ് ആണ്,
താടിയും ചേരയും ഒക്കെ വളർത്തിയ ഒരു മനുഷ്യൻ, കല്ലും കയ്യിലെടുത്തുകൊണ്ട് അട്ടഹസിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടോ ഗദരദേശത്ത്? ആർക്കും, പഞ്ചായത്തുകാരൊക്കെ ശ്രമിച്ചിട്ട് അവർ ഗിവപ്പ് ചെയ്ത വിഷയമാണ്. 2-3 ചകല കൊണ്ട് പ്രസിഡൻ്റൊക്കെ വന്ന് കെട്ടി. ഈസിയായിട്ട് അയാൾ അത് ബ്രേക്ക് ചെയ്യും. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ലോകത്തിൽ ആർക്കും കഴിയാതിരുന്നത് യേശുവിൻ്റെ ഒരു വാക്കിന് കഴിഞ്ഞു. യേശു ഒന്നും വലുതായിട്ട് പറഞ്ഞില്ല. അവരിലുള്ള ദുരാത്മശക്തിയോട് പുറത്തു വരാൻ പറഞ്ഞു. ഈ രാവിലെ ചങ്ങലയ്ക്ക് കഴിയാത്തത്, ഓ റാബ ശാന്താനായ ആമേൻ, നാട്ടുകാർക്ക് കഴിയാത്തത്, പണത്തിനു കഴിയാത്തത്, നസ്രേന്റെ വാക്കിന്റെ മുമ്പിൽ ഈ രാവിലെ മാറുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ പറയാ. ഹല്ലേലൂയ. നീ പരാജയപ്പെട്ടടത്ത് നിന്റെ കുടുംബത്തിന്റെ വിഷയത്തില് യേശുവിൽ ഇറങ്ങിയാൽ ഒരത്ഭുതം നടക്കും. ഗ്ലോറി 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 ഗ്ലോറി. അവന് സുബോധം പൂണ്ട് വസ്ത്രം ധരിച്ച് യേശുവിൻ്റെ അടുക്കൽ. അപ്പം വസ്ത്രം ധരിക്കാത്തവർക്ക് സുബോധമില്ല. സ്തോത്രം. ചില ആളുകളൊക്കെ പാൻ്റൊക്കെ കീറി, ചില ആളുകളുടെ പാൻ്റ് അരയ്ക്ക് താപ്പറമേ നിൽക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്നറിയാം, സുബോധമില്ലാത്തതുകൊണ്ട്. സുബോധമുള്ളവരൊക്കെ നല്ലോണം വസ്ത്രം ധരിക്കും. സ്തോത്രം. അപ്പോൾ അവൻ യേശുവിൻ്റെ അടുക്കൽ ഇങ്ങനെ ഇരുന്നപ്പം നാട്ടുകാർ അത്ഭുതപ്പെട്ടു. ആമേ സ്തോത്രം. 6000 ഡിമോണിക് പവേഴ്സ് അവനിലുണ്ടായിരുന്നു. 6000 ഡിമോൺസ്. എത്ര പന്നിയുടെ മേലാണ് കയറിയത്? 2000 ഇല്ലയോ? പിശായിന് കണക്കൊക്കെ നല്ലോണം അറിയാം. പിശായി പറഞ്ഞു 2000 ഉള്ളൂ, ഞങ്ങൾ ഒരാൾ 3 വെച്ച് കയറിക്കോളാം, കുഴപ്പമില്ല, വിട്ടേക്കാൻ പറഞ്ഞു. നമ്മളൊക്കെ മാത്തമാറ്റിക്സിന് കാസാൻ മിടുക്കനാണ്. സ്തോത്രം. ഇവരെ ഇത്രയും കയറിയപ്പോൾ ഈ 2000 കൂടെ ചെന്ന് ആത്മഹത്യ ചെയ്തു. പക്ഷേ 6000 ഉള്ളവൻ ചത്തില്ല. 19 വർഷം കൊണ്ട് ചത്തില്ല. കാരണം തമ്പുരാൻ അവന് മേലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നിന്റെ മേൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ഒരാവിചാരത്തിന് നിന്നെ തകർക്കാൻ കഴിയുകയില്ല. ഒരാക്സിഡന്റിനെയും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. വണ്ടിയുടെ കീഴിൽ നാന്നേലും ദൈവം നിന്നെ വലിച്ചെടുക്കും. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം മരിക്കേണ്ടിയവര് ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ദൈവം നിനക്ക് എക്സ്റ്റൻഷൻ തന്നതാണ്. ദൈവത്തിന്റെ പൈതലേ, നിന്നെ കുറിച്ച് തമ്പുരാന് ഒരു പർപ്പസ് ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആർക്കും വേണ്ടാതെ നാട്ടുകാരും വീട്ടുകാരും ഉപേക്ഷിച്ച ആ മനുഷ്യനെ ദൈവം ഒരു സെൻട്രൽ പാസ്റ്ററാക്കി. 10 സഭ അവൻ്റെ കീഴിൽ വന്നു. അല്ലെങ്കിൽ പ്രസ്ബിറ്റർ, ഏജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രസ്ബിറ്ററാക്കി. ഒന്നിനും കൊള്ളാത്തവനെ ദൈവം പ്രസ്ബിറ്ററാക്കി. ആരും പ്രതീക്ഷിച്ചില്ല ഇവനൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന്. ദൈവം അവൻ്റെ ഹിസ്റ്ററി റീറൈറ്റ് ചെയ്തു. നമ്മുടെ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരാളുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. നിന്റെ ബാക്ക്ഗ്രൗണ്ട് എത്ര മോശമാണെങ്കിലും ഈ രാവിലെ ദൈവം തിരുത്തിയാൽ അത് തിരിക്കും. എത്ര പേര് അത് വിശ്വസിക്കുന്നു? നിന്റെ കുഞ്ഞിൻ്റെ ഭാവി ദൈവം തിരിക്കും. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന വിഷയം തിരിക്കാൻ കഴിവുള്ളവൻ. ഹോ ഗ്ലോറി 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക, ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു, അവർക്ക് വേറൊരു സ്റ്റോമും കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ദാറ്റ്സ് എ തിയോളജിക്കൽ ക്വസ്റ്റ്യൻ. അവരുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറിയാമോ? ആമേൻ സ്തോത്രം. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? സ്തോത്രം. ദൈവം തമ്പുരാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ക്വസ്റ്റ്യൻ വരുന്നതൊക്കെ സാധാരണ എല്ലാ മനുഷ്യർക്കും ക്വസ്റ്റ്യൻ വരും. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ച് ദൈവത്തിൽ നിന്ന് നീ അകലരുത്. ക്വസ്റ്റ്യൻ ചോദിച്ച് ദൈവത്തിൻ്റെ കയ്യെ കീറി പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. യോബിന് ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒത്തിരി ക്വസ്റ്റ്യൻ.
പക്ഷേ ചാപ്റ്റർ 38 വരുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. ആ 38-ാമത്തെ അധ്യായം തൊട്ട് ദൈവം വന്ന് ഇയ്യോബിനോട് പറയുകയാണ്, നിനക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ ഞാൻ നിന്നോട് ചോദിക്കാൻ പോവാം. എൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിന്റെ അരം മുറുക്കണം, പുരുഷനെ പോലും. ഒരു 77 ക്വസ്റ്റ്യൻ ദൈവം അവനോട് ചോദിച്ചു. ഞാൻ 1-2 ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാം. ഭൂമിക്ക് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടപ്പോൾ നിന്റെ സഹായം ഞാൻ ആവശ്യപ്പെട്ടില്ല. ദൈവം പറയുകയാണ്, ഭൂമിക്ക് ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇയ്യോബേ ഒന്ന് താങ്ങിക്കൊടുക്കണേ എന്ന് പറഞ്ഞില്ല. നിന്റെ ഡയബറ്റീസും ആർത്രൈറ്റിസും വന്ന ചുരുണ്ട കൈയുടെ ഹെൽപ്പ് ഞാൻ ചോദിച്ചില്ല. ഒറ്റയ്ക്ക് ഭൂമിക്ക് കല്ലിട്ട കയ്യ് നിന്റെ തോളത്ത് വെച്ചാൽ നിന്റെ സിറ്റുവേഷൻ ഞാൻ മാറ്റും. ദൈവത്തിന് മഞ്ഞിനെ ഭണ്ഡാരഗ്രഹത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന നീയാണോ? സമുദ്രത്തിൻ്റെ അതിരിനെ കതക് വെച്ച് ഓടാമ്പൽ വെച്ച് അതിര് കൽപ്പിച്ചവൻ ഇന്ന് രാവിലെ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ സ്ഥിതിക്ക് ഞാൻ ഭേദം വരുത്തും. ഓ റാബാഷാദാല. ചോദ്യത്തിൻ്റെ മുമ്പിൽ ആ ഭക്തം പറഞ്ഞു, നിനക്ക് സകലവും കഴിയും, നിനക്ക് സകലവും കഴിയും, നിനക്ക് സകലവും കഴിയും. ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ ചുരുണ്ടു. ആമ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചു, പക്ഷെ ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ ചുരുണ്ടു. തമ്പുരാനേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ തല കുനിക്കുകയാണ്, എനിക്കൊന്നും പറയാനില്ല, നിനക്ക് സകലവും കഴിയും. സഹോദരങ്ങളെ, നഷ്ടമായതെല്ലാം ദൈവം മടക്കി കൊടുത്തു. അവൻ നഷ്ടപ്പെട്ടതെല്ലാം 4 വഴിയായി ഇറങ്ങിപ്പോയത് ദൈവം ഇരട്ടിയായി തിരിച്ചു വിളിച്ചു. ഇന്ന് രാവിലെ നിനക്ക് നഷ്ടപ്പെട്ടത് പലിശ സഹിതം മടക്കി തരാൻ കഴിയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം ദൈവം പറഞ്ഞു അവൻ്റെ വീട്ടിൽ ചെല്ല്. അവന് ഭാര വെച്ചവരോടൊക്കെ ദൈവം പറഞ്ഞു അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവൻ്റെ കൈ നിങ്ങളുടെ തലയെ വെച്ചു പ്രാർത്ഥിക്കും. ഞാനൊരു കാര്യം പറയാം, ഈ പാര വയ്ക്കുന്നവരെ ഒന്നും ശപിക്കരുത്, ആരോടും വെറുപ്പോടിരിക്കരുത്, കുറ്റം പറഞ്ഞ് നടക്കരുത്. ആമേൻ. നമുക്ക് പാര വെക്കുന്നവരുടെ തലയെ കൈവച്ച് ആമേൻ നല്ലോണക്ക് അനുഗ്രഹിക്കാമെങ്കിൽ നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. ഏതാണ്ട് 70-ാമത്തെ വയസ്സിലാണ് ഇയ്യോബിന് ഈ കഷ്ടത വന്നെന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. എന്നാൽ തൻ്റെ എതിരാളികളുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ, ശ്രദ്ധിക്കുക, ആരോഗ്യമുള്ള അനദർ 70 years ദൈവം അവൻ്റെ ലൈഫിനോട് ആഡ് ചെയ്തു. നിനക്ക് മുഴുവൻ നഷ്ടപ്പെട്ടാലും ഇന്ന് രാവിലെ നിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ദൈവം, നിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ദൈവം, ദേശത്തുനിന്ന് നിന്ദിക്കപ്പെട്ട അധ്യായമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ മുഖത്തെ ആദരിക്കാൻ കഴിയുന്ന ഒരു ദൈവം. ആളുകളോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു മോതിരവും സ്വർണ്ണ കോയിനും ഒക്കെ എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എൻ്റെ ദൈവമേ, ആമേൻ, മോതിരം വിട്ട് കുഴപ്പി പുള്ളി 10 വിരലല്ല ഉള്ളൂ. ആമേൻ. ചെല്ലുന്നവർ ഓരോ മോതിരം. ആളുകളെ സെർവന്റിനെ നിർത്തിയേക്കുക മോതിരം ഊരാന്. ഒരു കൊട്ട നിറയെ മോതിരം, മറ്റേ ബാസ്ക്കറ്റ് നിറയെ സ്വർണ്ണ കോയിന്. ഇരുട്ടായ മുറിക്കകത്ത ബന്ധുക്കളും ചർച്ചക്കാരും കയറി വരുന്നു, ഒരുമിച്ച് അത്താഴം കഴിക്കുന്നു. നിങ്ങൾ നോക്കിയേ, അവൻ അവൻ്റെ ജന്മനാളിനെ ശപിച്ച് അവൻ തലകുത്തി മറിഞ്ഞ് അവൻ നിരാശയോടിരുന്ന ഒരു മനുഷ്യൻ്റെ മുറിക്കകത്തോട്ട് ദൈവം കയറുകയാണ്. ഹല്ലേലൂയ. ഏത് ഇരുണ്ട ചാപ്റ്ററും ഈ രാവിലെ ദൈവം പുതിയതാണ്. ദൈവത്തിന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കിന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ അടുത്തിരിക്കുന്നവര് കൈ എത്തുന്നെങ്കിൽ ആ കൈ ഒന്ന് കൊടുത്ത് പ്രാർത്ഥിക്കാം. ജോയിൻ യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് പ്രേ. ഞാൻ വലിയ ആളാണെന്നൊന്നും പറഞ്ഞാരും ഇരിക്കണ്ട. അയ്യോ, എഴുന്നേറ്റ് നിൽക്കാൻ ദൈവം ബലം തന്നെങ്കിലേ ഒക്കത്തുള്ളൂ. ശ്വാസം വിടാൻ ദൈവം അനുവദിച്ചെങ്കിൽ എന്തെങ്കിലും അർത്ഥം വരത്തുള്ളൂ. നമ്മളിൽ തന്നെ ഒന്നുമുള്ള മനുഷ്യരല്ല. തമ്പുരാന്റെ മഹാകരുണ കൊണ്ട് സർവ്വ ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. ആ കൃപയിൽ ഈ രാവിലെ നമുക്കൊന്ന് ചാരാം. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ ചാപ്റ്റർ തുറക്കാൻ പോയി. ഈ ചർച്ചിന്റെ ചരിത്രം ദൈവം മാറ്റാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്തെ കൃപാവരങ്ങളോടുകൂടെ ശുശ്രൂഷിക്കുന്ന
മിഷന് വേണ്ടി വിളിക്കപ്പെട്ടവരെ ദൈവം ഇതിൻ്റെ അകത്ത് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഉടാരാധാല 2025 തൊട്ട് ഈ ചർച്ചിന്റെ മുഖച്ഛായ ദൈവം മാറ്റാൻ പോവുക. ഔട്ട് സ്റ്റേഷൻ വർക്കുകൾ നോർത്ത് ഇന്ത്യ ഉൾപ്പെടെ സ്പോൺസർ ചെയ്യത്തക്കവണ്ണം ദൈവം ഈ സഭയെ മിഷനിൽ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഗ്ലോറി ഗ്ലോറി. മുടങ്ങിയ യാത്ര ദൈവം തിരിച്ചു തരും. ന്യൂസിലാൻഡിലേക്ക് ദൈവം ചിലരെ അയക്കാൻ പോവുകയാണ്. നിന്റെ മടങ്ങിയിരിക്കുന്ന പേപ്പറിനെ ദൈവം തിരിച്ചു തരാൻ പോവുകയാണ്. ഉടാരായ പോണോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നു. കറക്റ്റായിട്ട് നിനക്കൊരു യാത്രയുണ്ട്. ഇന്ന് രാവിലെ തമ്പുരാൻ നിന്റെ യാത്ര ഒരുക്കാൻ പോവുകയാണ്. വൈഷാദായ തലമുറയുടെ വിവാഹം നടക്കാത്ത വിഷയത്തിൽ ഉള്ളുനൊന്ന് പ്രാർത്ഥിക്കുന്ന ചില പേരൻസ് ഇവിടെ ഉണ്ട്. ഈ രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് ഒരത്ഭുതം നടക്കാൻ പോവുക. അയ്യോ, ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. വിശ്വാസത്താൽ ഏറ്റെടുക്കുക. കരുണയുള്ള ദൈവമേ, സാധുക്കളായ ഞങ്ങൾ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു. ഈ കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വലിയ ആളായതുകൊണ്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. തമ്പുരാന്റെ മഹത്വമുള്ള കരം നിന്റെ കുഞ്ഞുങ്ങളെ കൈയുടെ മേൽ നീ വെക്കണം. ഇന്നൊരു ദൈവപ്രവൃത്തി ഇവിടെ നടക്കണം. രോഗികൾ ഉണ്ടെങ്കിൽ അത്ഭുത സൗഖ്യം നീ നൽകണം. ഇന്ന് ഇറങ്ങി പോകുമ്പോൾ ദൈവത്തിന്റെ മിറക്കിള് കാണാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആ കൈയെ അടിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുത്താൽ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററെ, ഒത്തിരി സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ.